ഇന്ന് ഞാൻ പ്രോഗ്രസ് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരു 500 ഗ്രാം ബോഡി വെയിറ്റ് കുറഞ്ഞു. അത് നല്ലൊരു ചേഞ്ചാണ് കേട്ടോ. കാരണം നമ്മുടെ ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 0.5 to 1.5% ഓഫ് കറണ്ട് ബോഡി വെയിറ്റ്. അപ്പോൾ എൻ്റെത് ഏതാണ്ട് മിഡിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ബോഡി വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് എക്സസൈസൊക്കെ വർക്കാവുന്നുണ്ട്. പിന്നെ എൻ്റെ അത് എക്സ്ട്രീം ഡയറ്റും അല്ല. പിന്നെ ഇഞ്ചസും 36 ഇഞ്ചസിൻ്റെ കുറച്ച് താഴെയായി. ഇഞ്ചസ് അങ്ങനെ പെട്ടെന്ന് കുറയില്ലല്ലോ. 1 ഇഞ്ച് കുറയാൻ കുറച്ച് സമയം എടുക്കും, ഓരോ ഇഞ്ചും കുറയാൻ. ഇപ്പോൾ 37 തുടങ്ങിയപ്പോൾ 30 ആദ്യം പെട്ടെന്നൊരു ഡ്രോപ്പ് വന്നു എന്നല്ലാണ്ട് ഇനിയിപ്പോൾ 36-35 റേഞ്ചിലെത്താൻ കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്യണം. എൻ്റെ ഇപ്പോഴത്തെ ഒരു കാലറി ഇൻടേക്ക് 1700 to 1800 റേഞ്ചിലാണ്. കുറച്ച് കൂടുതൽ കഴിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ മെല്ലെ മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. മാത്രമല്ല സ്ലോ ആയിട്ട് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. മേ ബി ഇതിലും ഒരുപാട് കാലറി കുറച്ചാൽ എനിക്ക് പെട്ടെന്ന് ചേഞ്ചസ് ഒക്കെ വരും. പക്ഷേ അത് ക്ഷീണിച്ച പോലെ ഇരിക്കും. സ്ട്രെങ്ത് ട്രെയിനിങ്ങും വാക്കിങ്ങും ഒക്കെ കഷ്ടമാവും. അതുകൂടാണ്ട് ഭക്ഷണം കഴിച്ചാലല്ലേ അത്യാവശ്യം പോഷകമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സൈഡ് ഓഫ് ദ ഫാമിലി എല്ലാവരും കഷണ്ടിയാണ്. അപ്പോൾ എനിക്കും തിൻ ഹെയർ ഒക്കെയാണ് ചെറുപ്പം തൊട്ടേ. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെങ്കിലും പോകണം. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഡ്രാസ്റ്റിക്കായിട്ട് ഭക്ഷണം കുറച്ച് ന്യൂട്രീഷൻ കുറയ്ക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ കുറയ്ക്കണം, പക്ഷേ വളരെ വളരെ ലോ ലെവലിൽ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു തൽക്കാലത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ സ്ലോ പ്രോഗ്രസ് ആണ് എപ്പോഴും ഹെൽത്തി. ക്ഷമയുണ്ടായാൽ മതി, നന്നായിട്ട് ബോഡിയൊക്കെ ചേഞ്ച് വരും. നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോകും. ഭയങ്കര ഡള്ളായി തോന്നാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു മെൻറ്റൽ മോട്ടിവേഷനും ഉണ്ട്. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. ഇപ്പോഴും അത് നന്നായിട്ട് തന്നെ പോവുകയാണ്. കാരണം കമ്മിറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യണമല്ലോ. ഫ്രസ്ട്രേറ്റഡ് ഒന്നുമല്ല. പിന്നെ ഒരുപാട് പണി കൂടിയ പോലെ കുക്കിംഗ് കുറച്ച് കൂടിയല്ലോ. വളരെ കൃത്യമായിട്ട് കഴിക്കണമെങ്കിൽ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വെളിയിൽ പോയി തോന്നുന്ന പോലെയൊന്നും കഴിക്കാൻ പറ്റില്ല. മുമ്പാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിക്കുമായിരുന്നു, കൂടുതൽ ആലോചിക്കാണ്ട്. ഇപ്പോൾ ഏതായാലും തൽക്കാലം അത്യാവശ്യം വന്നാൽ മാത്രം കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അല്ലാണ്ട് ചുമ്മാ കഴിക്കാനായിട്ട് ഇറങ്ങി പോകുന്ന പരിപാടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ട് അത് ഉണ്ടാക്കി കഴിക്കാൻ. അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാലും മതി. 2 നേരം ഹെവി ആയിട്ട് 1 നേരം ലൈറ്റായിട്ട് കഴിച്ചാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇഞ്ച് ലോസും വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പോഹയാണ് ഉണ്ടാക്കിയത്. മുട്ടയുണ്ടായിരുന്നു സൈഡിൽ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഒരു പ്രശ്നമില്ലാണ്ട് ഇറങ്ങും. സൺഡേ സ്പെഷ്യൽ ഡയറ്റ് ബിരിയാണി ഉണ്ടാക്കി. എല്ലാം ഒരു പോട്ടിൽ തന്നെ എളുപ്പത്തിൽ. ടേസ്റ്റ് വേണം, ഉപ്പ് വേണം, എരിവ് കൂടാൻ പാടില്ല, കളറ് വേണം, നന്നായിട്ട് കഴിക്കാൻ പറ്റണം, എരിവ് കൂടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കരുത്, ഫ്ലേവർ നന്നായിട്ട് വേണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ് കുട്ടികൾ കഴിക്കാൻ. അങ്ങനെയുള്ള ബിരിയാണിയായിരുന്നു. എന്തായാലും കഴിച്ചു എല്ലാവരും നന്നായിട്ട്. രാത്രിയത്തേക്ക് അധികം മെനക്കെടാണ്ട് ഇതുണ്ടാക്കി കഴിച്ചു. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.